ചോദിക്കാനുള്ളൊരു വളരെ മാന്യമായ ഒരു ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ് ഡേ. ഞാനോട് മമ്മിയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങൾ ഒന്നാണിത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച, അതായത് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി പുതിയൊരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ ഓർഡർ ചെയ്ത ആൾ. നമ്മുടെ ചാനൽ ലോഗോ ഒക്കെ ഉണ്ട്, ഫിഷിംഗ് ഫ്രീക്സ് എന്ന് പറഞ്ഞ ചാനൽ ലോഗോ ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ നടക്കുന്ന ചേട്ടൻ ഓർഡർ ചെയ്തതാണ്. നല്ല ടീഷർട്ടാണോ? എനിക്കെന്താണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജിനാച്ചൻ ഓർഡർ ചെയ്താണ്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമുക്കിനി ചൂണ്ടിടുമ്പോഴേക്ക് ഈ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാം. അപ്പം നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. കാണിച്ചു പൊക്കി കാണിച്ച് സൈഡ് കാണിക്ക്. യൂട്യൂബിൻ്റെ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ, അതായത് 1,00,000 സബ്സ്ക്രൈബേഴ്സ്, 1,00,000 ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് യൂട്യൂബ് അയച്ചു തരുന്ന ആദ്യത്തെ ഗിഫ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലേ ബട്ടൺ. അപ്പോൾ നമ്മളിത് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. കുറേ ആൾക്കാർക്ക് സംശയമുണ്ട് ഇതെന്താ പ്ലേ ബട്ടൺ എന്നും അതുപോലെ തന്നെ ഇതിനകത്ത് എന്താണെന്നും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. കാരണം ഇതൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അപ്പം ഞാനെന്താണ് ഇത് പൊട്ടിക്കുന്നില്ല, മമ്മീനെ കൊണ്ട് പൊട്ടിക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഉള്ളത് മമ്മിക്കാണ്. അപ്പോൾ എന്തായാലും മമ്മീനെ കൊണ്ട് പൊട്ടിക്കാം എന്താണ് സംഭവം. എവിടെ പൊട്ടിക്കാനുള്ളത്? അത് തുറന്നു. അത് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും ഭയങ്കര ക്യൂരിയസ് ആണ്. ദൈവമേ, തുറന്ന വിളിക്ക് ചാനലിൻ്റെ പേര് തെറ്റായിട്ട് വല്ല എഴുതിയേക്കുന്നെങ്കിലോ, വലിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ ശോകമായിരിക്കും അല്ലേ. അടിപൊളി. ഇതാണ് യൂട്യൂബിൻ്റെ ലെറ്റർ ഹെഡാണ് കേട്ടോ. കാണിച്ചു തരാം. യൂട്യൂബിൻ്റെ ലെറ്റർ ഹെഡാണ്. അതായത് നമ്മൾ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് അവർ തന്നിരിക്കുന്ന ലെറ്റർ ഹെഡാണ് കേട്ടോ. സിഇഒയുടെ സിഗ്നേച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് റിവാർഡ്, ഒരു സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ യൂട്യൂബിൽ ഇടുന്നത്. എന്നാൽ മമ്മിയുടെ പേരുണ്ടോ? എന്ത് മമ്മിയുടെ പേരുണ്ടോ? എൻ്റെ പേരൊന്നുമില്ല. മമ്മിയുടെ പേരുണ്ടോ? ശരിക്കും നോക്ക്. നല്ല രസമുള്ളൊരു പേപ്പറാണ് കേട്ടോ. ഈ പേപ്പറിന് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനേക്കാളും ഇഷ്ടപ്പെട്ടതാ. നോക്കിയ പേപ്പർ നല്ല ക്വാളിറ്റിയുള്ള പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ സേഫായിട്ട് തന്നെ ഇരിക്കട്ടെ. അതുകൂടാതെ ഇതിനകത്ത് ഒരു ചെറിയൊരു കാർഡ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ സബ്സ്ക്രൈബേഴ്സ് മൈൽ സ്റ്റോൺ. വി ആർ ഹോണർഡ് ടു ടേക്ക് പാർട്ട് ഇൻ റെക്കഗ്നൈസിങ് യുവർ അച്ചീവ്മെൻറ്റ് ആൻഡ് വാണ്ട് യുവർ എക്സ്പീരിയൻസ് ടു ബി എക്സെപ്ഷണൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കിത് അയച്ചു തന്നേക്കുന്നത്. കേട്ടോ. അതുകൂടാതെ പിന്നെ നമ്മുടെ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലേ ബട്ടൺ, അതായത് ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ. അപ്പോൾ നമുക്ക് അടുത്തത് ഗോൾഡാണ് കേട്ടോ. അപ്പം നമ്മുടെ ആൾക്കാരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഗോൾഡ് അല്ല, അതിൻ്റെ മുകളിൽ നമ്മൾ പോകും. അപ്പോൾ ഇതുകൊണ്ട് പിന്നെ ഒരു എന്നാ പറയുന്നത്, സിലിക്ക ജെല്ല് പോലത്തെ എന്തോ സാധനമുണ്ട്. ഇത് ജസ്റ്റ് ഡ്രൈ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇതേ നമ്മുടെ പ്ലേ ബട്ടൺ. അടിപൊളി. ഒരു മിനിറ്റ്, മമ്മി പ്ലേ ബട്ടൺ എടുക്കട്ടെ. അമ്മി അതെടുത്തേ. അമ്മിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുത്തോ. അമ്മിക്ക് അത് എടുക്കണത് എങ്ങനെ എടുക്കണമെന്ന് ഐഡിയ ഒന്നുമില്ല. വെയിറ്റ് ഉണ്ടോ? കമ്പ്യൂട്ടർ ഒന്നുമല്ല, ഐമാക്കാണോ? ലാപ്ടോപ്പ് പോലത്തെ ഇരിക്കുന്നല്ലേ. തുറന്നു നോക്കിയേ, എങ്ങനെയുണ്ട്? ചാനലിൻ്റെ പേരുണ്ടെന്നാണ്ടോ എഴുതിയേക്കുന്ന? വായിച്ചേ. ഫിഷിംഗ് പ്രസന്റഡ് ടു ഫിഷിംഗ് ഫ്രീക്സ് ഫോർ പാസിംഗ് 1,00,000 സബ്സ്ക്രൈബേഴ്സ്. നല്ല മിറർ ഫിനിഷാണ് കേട്ടോ. കറക്റ്റ് കണ്ണാടിയാണ്. നമുക്കതിൽ കറക്റ്റായിട്ട് നമ്മുടെ ഫേസ്, ഇപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗിങ് സെറ്റപ്പൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ക്യാമറയും ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കണ്ടോ, ഒരു മിററാണത്. അതിൽ യൂട്യൂബിൻ്റെ ഒരു ചെറിയ സിമ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്യാമറയും മൈക്കും ഒക്കെ അതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. നല്ല കറക്റ്റ് ഒരു മിററാണ്. മുഖമൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇടയ്ക്ക് വേണമെങ്കിൽ മുഖമൊക്കെ നോക്കുകയും ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മുടെ ചാനലിൻ്റെ പേരും അതുപോലെ തന്നെ 1,00,000 സബ്സ്ക്രൈബേഴ്സ്. വെയിറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 250 ഗ്രാം ഇല്ല, 150 ഗ്രാം അല്ലേ? അതിനുണ്ട്. രസമില്ല കാണാൻ, നല്ല ഫിനിഷ് അല്ലേ? നമുക്ക് ഈ ഇത് കിട്ടാനായിട്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് അവരെ ഒന്നും മറക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ ബട്ടൺ, ഇതിനകത്ത് എൻ്റെ പേരില്ല, ചാനലിൻ്റെ പേരുള്ളൂ, ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ അത് മതി നമുക്ക്. അതുകൂടാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഞാൻ ഒരു ദിവസം സമയം തന്നായിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആൾക്കാരുടെ പേര് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കമൻറ്റ് വന്ന ആൾക്കാരുടെ പേര് ഏകദേശം 400 പേര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ പേരുകളെല്ലാം നമ്മളിത് ഈ പ്ലേ ബട്ടണോട്ട് എഴുതാൻ പോകണം കേട്ടോ. അങ്ങനെ എഴുതിയിട്ട് അതിൽ കിട്ടുന്ന 3 പേർക്ക് നമ്മൾ ക്യാബറൽ ഔട്ട്ഡോർസ് തരുന്ന ഇവയുണ്ട്, അത് തരുന്നതാണ്. 2 മാർക്കറൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പ്ലേ ബട്ടൺ ഇവിടെ എഴുതാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇരിക്കുന്നുണ്ടോ?
ഇവൻ്റെ കോലമൊക്കെ ഇപ്പം മാറും. നമ്മളിത് മൊത്തം പേരെഴുതും. ഏകദേശം 450 പേര് വന്നിട്ടുണ്ട്. 450 അല്ല, എനിക്ക് തോന്നുന്നു 500 പേര് വന്നിട്ടുണ്ട്. അത്ര എഴുതാനുള്ള സ്ഥലം ഇതിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി കൊള്ളിക്കും കേട്ടോ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 2 മാർക്കറാണ്. ഒരു പെർമനൻറ്റ് മാർക്കർ, നോർമൽ ഒരു റെഡും ഒരു ബ്ലാക്കും. ചുമ്മാ ഒരു ഇച്ചിരി കളർ വേരിയേഷനൊക്കെ ഇരുന്നോട്ടെന്ന് വിചാരിച്ച് 2 കളർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗോപ്രോ നമ്മളിവിടെ സെറ്റ് വെച്ചിട്ടുണ്ട്, ടൈം ലാപ്സ് വീഡിയോ എടുക്കാണ്ട്. അതുപോലെ നമ്മൾ ടൈറ്റ് ഷോട്ട് നമ്മുടെ ഫോണിലെടുക്കും. നമ്മൾ ഡയറക്റ്റ് അങ്ങ് എഴുതിയാലോ, പേരങ്ങ് എഴുതിയാലോ എല്ലാവരുടെയും. ഇതിലാദ്യം എഴുതുന്ന പേര് മമ്മിയുടെ പേര് തന്നെയാണ് കേട്ടോ. കാരണം മമ്മിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം പപ്പയുടെ പേര്. പിന്നെ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഫിഷിംഗ് റീൽ മേടിച്ചു തന്ന എൻ്റെ ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് സിജോ, ചേട്ടൻ്റെ വൈഫ് നീതു ചേച്ചി, പിന്നെ നമ്മുടെ അന്നക്കൊച്ച്, പിന്നെ എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ ജിനോ, ചേട്ടൻ്റെ വൈഫ് സി ചേച്ചി. പിന്നെ ഫിഷിങ്ങിൻ്റെ സമയത്ത് എൻ്റെ കൂട്ടത്തിൽ ആദ്യം തൊട്ടുണ്ടായിരുന്ന ആൽബിൻ ജോസഫ്, ആളിപ്പോൾ ഖത്തറിലാണ്. ഇപ്പോൾ ചേട്ടനും ഞാനും കൂടിയാണ് ഫുൾ ടൈം ഫിഷിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ടോണി മാർട്ടിൻ, വിഷ്ണുദേവ്, ജെയ്സൺ ചേട്ടൻ, രമേശൻ ചേട്ടൻ, രാജീവ് ചേട്ടൻ. അതിനുശേഷം നമ്മളെ ഫിഷിങ്ങിന് കൊണ്ടുപോയ നമ്മുടെ വെനീഷ് ജോർജ് ചേട്ടൻ, അങ്ങനെ ഒത്തിരി പേര്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വന്ന ഏകദേശം 254 കമൻറ്റ് വന്നായിരുന്നു. നമ്മൾ അതിൽ വന്ന എല്ലാ പേരുകളും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് പേര് എഴുതിയവർക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയത്, ചിലരൊക്കെ ആണെങ്കിൽ അവരുടെ ഇനീഷ്യൽ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ സ്ഥലപ്പേരോ വീട്ടുപേരോ ഒന്നും എഴുതിയിട്ടില്ല. ആ വിഷ്ണു എന്നുള്ള പേര്, എനിക്ക് തോന്നുന്നു വിഷ്ണു എന്നുള്ള പേര് 6 എണ്ണം ഉണ്ട്. അത് ആൾക്കാരെങ്ങനെ തിരിച്ചു വരും നമുക്കറിയില്ല. എന്തായാലും നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് കോൺടസ്റ്റിനകത്ത് കുഴപ്പമില്ല, കാരണം കോൺടസ്റ്റിനകത്ത് മൊബൈൽ നമ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് പാടായിരിക്കും, അത്രേ ഉള്ളൂ കുഴപ്പം. ഇപ്പോൾ ഇതുണ്ടോ, നമ്മുടെ പ്ലേ ബട്ടൺ ഏകദേശം പകുതി വരുതേ, പകുതിയിൽ ഒരു ഇച്ചിരി കൂടുതൽ വരെ വന്നിട്ടുണ്ട്. നമ്മളിനി എഴുതാൻ പോകുന്ന നമ്മുടെ യൂട്യൂബിൽ വന്ന കമൻറ്റുകളാണ് കേട്ടോ. യൂട്യൂബിൽ എനിക്ക് വന്ന 354 കമൻറ്റ് ഉണ്ട്. പക്ഷേ അതിനകത്ത് കുറേ കമൻറ്റുകളൊക്കെ നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടാണ്. ബാക്കി യൂട്യൂബിൽ വന്ന കമൻറ്റ് ഏതാണ്ട് 350 കമൻറ്റ് ഉണ്ട്. അപ്പം നമുക്ക് അതും കൂടി എഴുതിയിട്ട് ഫേസ്ബുക്കിലെ കമൻറ്റ് എഴുതാം. പിന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ആൾക്കാർ എൻ്റെ ചങ്ക് കൂട്ടുകാരുണ്ട് കുറേ പേര്. അഫിൻ ജോർജ്, അതുപോലെ തന്നെ സെബിൻ സെബാസ്റ്റ്യൻ, നന്ദുമോൻ KS, രഞ്ജു ആൻഡ്രൂസ്, എബിൻ മാത്യു. എബിൻ നമ്മുടെ ഇവിടുത്തെ ഒത്തിരി വീഡിയോസിലുള്ളതാണ് കേട്ടോ. പിന്നെ ജോബിൻ ജെയിംസ്, ജോബിൻ നമ്മുടെ വീഡിയോഗ്രാഫർ ജോബിൻ ജെയിംസ്, പിന്നെ ജൂബിൻ രാജു, അങ്ങനെ ഒത്തിരി. ജയദേവി എൻ്റെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ പേരുകൾ എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അവരൊക്കെ നമ്മുടെ ചാനലിൽ തുടക്കം തൊട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആൾക്കാരാണ്. അതുപോലെ തന്നെ ശ്രുതി യാദവ്, അങ്ങനെ ഒത്തിരി പേര് നമ്മൾ പേരെടുത്ത് പറഞ്ഞാൽ തീരാത്ത അധികം ആൾക്കാർ നമ്മളെ ഈ ചാനലിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ഫാമിലി. അതിലെൻ്റെ കസിൻസും എല്ലാവരും. അപ്പോൾ അവർക്കെല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. നമ്മുടെ യൂട്യൂബിൽ വന്ന കമൻറ്റുകളിലെ പേരുകൾ എഴുതി. അപ്പം നമ്മുടെ പ്ലേ ബട്ടൺ ഓൾമോസ്റ്റ് ഫില്ലായി. ഇനി പ്ലേ ബട്ടൻ്റെ ഈ ലെഫ്റ്റ് ടോപ്പ് കോർണർ മാത്രമേ ഉള്ളൂ എഴുതാനായിട്ട്. അപ്പം നമുക്ക് അവിടെ കൂടെ പേരെഴുതാം. ഇതിനകത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഒത്തിരി ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഗീവ് അവേ ഒന്നും വേണ്ട, പേരെഴുതുകയും വേണ്ട, കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ അതുപോലെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ നന്ദി മാത്രമേ ഉള്ളൂ കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതിനിടയ്ക്ക്. ഇതിനിടയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കമൻറ്റ് ഉണ്ട്. ഈ കമൻറ്റ് കേട്ടോ, വിപിൻ KT എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ്. നല്ലൊരു ദിവസമായിട്ട് നമ്മൾ ഏറ്റവും മാന്യമായിട്ടുള്ള ഭാഷയിൽ അതിന് ഒരു ചെറിയ റിപ്ലൈ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചില വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തിനാ മറ്റുള്ള ആൾക്കാരെ കോപ്പി ചെയ്ത് നിങ്ങൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് ഈ നീലി ആരാന്ന് എനിക്കറിയത്തില്ല, പുള്ളി ആരെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാൻ യൂട്യൂബിൻ്റെ പഴയൊരു വീഡിയോസിനകത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ റെസ്പെക്ട് ചെയ്യാനായിട്ട് നമുക്ക് പല രീതികളുണ്ടെന്ന്. അപ്പോൾ അവർ സാധാരണ ഒരു ബോർഡിലാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഈ പ്ലേ ബട്ടൺ എഴുതാന്ന്. അപ്പോൾ നീല ആരെന്ന് എനിക്കറിയത്തില്ല. ഇൻ കേസ് ഇനി അങ്ങനെ ഒരാളുണ്ടെന്നിരിക്കട്ടെ, ഞാൻ ആളെ അനുകരിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ഈ വിപിൻ KTയോട് ചോദിക്കാനുള്ളൊരു വളരെ മാന്യമായ ഒരു ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ആലോചിച്ച് നോക്കിയിട്ട് പറയാം. നിങ്ങൾ ജീവിതത്തിൽ സ്വന്തമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒന്നുമില്ല. എല്ലാവരെയും കണ്ടാണ് പഠിക്കുന്നത്. നമ്മൾ സ്കൂളിൽ പോയി നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നു, നമ്മുടെ അധ്യാപകർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഈ വിപിൻ KT ഒരു സയൻറ്റിസ്റ്റാണ്, പുള്ളി ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ പുള്ളി സ്വന്തമായിട്ടുണ്ടാക്കി, പുള്ളി സ്വന്തമായ ഫാക്ടറിയിൽ രൂപകൽപ്പന ചെയ്തെടുത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ പുള്ളി ബൈക്കോ കാറോ ഒക്കെ ഓടിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ബൈക്കും കാറും ഒക്കെ ഓടിക്കാനായിട്ട് പുള്ളി ആരുടെടുത്തും പോയി പഠിക്കാതെ സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്നൊരു കാർ ഉണ്ടാക്കി, ആ കാറിൻ്റെ ആക്സിലേറ്ററും ക്ലച്ചും ഒക്കെ പുള്ളി തന്നെ മാനുഫാക്ചർ ചെയ്ത് അതിനുശേഷം പുള്ളി തന്നെ സ്വന്തമായിട്ട് അത് ഓടിച്ച് പഠിച്ച് പുള്ളി തന്നെ കണ്ടുപിടിച്ച് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പുള്ളി ലൈസൻസ് എടുക്കുകയാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊന്നും നമുക്കുള്ളതായതുകൊണ്ട് ആരും പറ്റത്തില്ല. നമ്മളെല്ലാവരും തന്നെ ഒരു പരിധി വരെ നമ്മൾ മറ്റുള്ളവരെ അനുകരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതിനകത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. കാര്യം നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കണം, നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അനുകരിക്കണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കമൻറ്റുകളായിട്ട് വേറെ ആരുടെങ്കിലും വീഡിയോസ് പോകരുത്. വളരെ നിങ്ങളെ തന്നെ വില കുറച്ച് കാണിക്കും അവിടെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരു 600-700 കമൻറ്റ് വന്നതിന് ഒറ്റ കമൻറ്റ് എങ്ങനെയുള്ളൂ അല്ലേ?
അപ്പോൾ നമ്മളതിന് റിപ്ലൈ കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർ എന്നിട്ട് ഈ പുതിയ വളർന്ന പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോഴേക്കും അവർ ചിലപ്പോൾ ഡിപ്രസ്ഡ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യരുത് കേട്ടോ. ഇവർക്കൊന്നും വേറെ പണിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്കിനി എഴുതാനുള്ളത്, നമ്മൾ കാര്യത്തിൽ നിന്ന് മാറിപ്പോകരുത്. നമുക്കിനി എഴുതാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലെ കമൻറ്റുകളാണ്. ഫേസ്ബുക്കിൽ വന്ന കമൻറ്റുകളും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ ബട്ടൺ ഫില്ലാകും. അപ്പോൾ നമുക്ക് അതും കൂടെ എഴുതിയിട്ട് അതങ്ങ് ഫൈനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ഗീവ് അവേ വിന്നേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട്. 3 ഗിഫ്റ്റ് ഉണ്ട്, എക്സൈറ്റിംഗ് ഗിഫ്റ്റാണ്. 3 പേരെ നമ്മൾ ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കും. അപ്പോൾ പെട്ടെന്ന് എഴുതി തീർത്തിട്ട് നമുക്ക് ഗീവ് അവേയുടെ കാര്യത്തിലേക്ക് വരാം കേട്ടോ. ഇതിനകത്ത് എഴുതാൻ വിട്ടുപോയ പേരുകളുണ്ടായിരിക്കും, പറയാൻ വിട്ടുപോയ പേരുകളുണ്ടായിരിക്കും. പക്ഷേ അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല. നമുക്ക് എല്ലാവരുടെയും പേര് എഴുതണമെന്നും എല്ലാവരെയും മെൻഷൻ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ചില സാഹചര്യം നമ്മളത് മറന്നു പോകും. അപ്പം എന്താണെങ്കിലും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. വേണ്ട, അപ്പോൾ നമ്മൾ പേരുകളെല്ലാം എഴുതി കഴിഞ്ഞു. നമ്മുടെ പ്ലേ ബട്ടൺ കറക്റ്റ് ആയിരുന്നു കേട്ടോ. അതിനകത്ത് വന്ന പേരുകളെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. കണ്ടോ, വന്ന പേരുകളെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 250-350 പേരുകൾക്ക് അടുത്ത പേരുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇനി ഇതിനകത്ത് എഴുതാൻ സ്ഥലമില്ല. ഇനി നമ്മൾ ഗീവ് അവേ കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോക്സ് ഇത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ക്യാബ്രൽ ഔട്ട്ഡോർസ് എന്ന് പറയുന്ന മംഗലാപുരം ഉടുപ്പിയിലുള്ള ഒരു ഓൺലൈൻ ഫിഷിംഗ് ടാക്കിൾ സ്റ്റോറാണ്. അവർ ഓൺലൈനായിട്ട് ഫിഷിങ്ങിൻ്റെ എല്ലാ ഗിയേഴ്സും, പ്രത്യേകിച്ച് സീമൻ പോലെയുള്ള ഇൻ്റർനാഷണൽ പ്രോഡക്റ്റുകൾ, അതുപോലെ പെൻ, ഷിമാനോ, റെപ്പല, GT ഐസ്ക്രീം, ബെർക്ക്ലി, അങ്ങനത്തെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ, YGKയുടെ അവരുടെ പുതിയ ബ്രാൻഡൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. ഓൺലൈൻ ടാക്കിൾ സ്റ്റോറാണ് ഇന്ത്യയിലെ. അപ്പോൾ അവരാണ് നമുക്ക് ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്നും അതുപോലെ തന്നെ ഈ ഗിഫ്റ്റ് ആർക്കൊക്കെയാണ് കിട്ടുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഗീവ് അവേ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലൊന്നുമല്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബ് പേജിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും വന്ന കമൻറ്റുകൾ എടുത്തിട്ട് ജസ്റ്റ് നോക്കാതെ അപ്പ് ആൻഡ് ഡൗൺ കുറേ പ്രാവശ്യം സ്ക്രോൾ ചെയ്തിട്ട് അതിനുശേഷം വന്ന കമൻറ്റ് ഏതാണ് നമ്മൾ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത കമൻറ്റ് എടുത്ത ആൾ ഡയറക്റ്റ് വിളിക്കുമായിരുന്നു. അപ്പോൾ 3 പേരും അങ്ങനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അത് എങ്ങനെയാണ് ആൾക്കാർ തിരഞ്ഞെടുത്തുന്നുള്ളൊരു ചെറിയ വീഡിയോ ഷോർട്ടായിട്ട് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതാണ്. കാരണം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ ലോങ് ആയിരിക്കും. അതുപോലെ നമ്മൾ അവരെ വിളിക്കുന്നതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെന്താണ് ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്ന അദിൽ ഹംസ, അത് ഈ കാണുന്നതാണ് അദിൽ ഹംസയുടെ കമൻറ്റിനാണ് റിപ്ലൈ കിട്ടിയിരിക്കുന്നത്. അതിൽ കിട്ടിയിരിക്കുന്നത് വൂഡുണ്ട് ഒരു ഷ്രിമ്പാണ് കേട്ടോ. 1 അല്ല 2 ഷ്രിമ്പുണ്ട്. അപ്പം അതിൻ്റെ ഫ്രണ്ടും കൂടിയാണ് സാധാരണ ഫിഷിങ്ങിന് പോകുന്നത്. അപ്പോൾ അവർക്ക് 2 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വൂഡിൻ്റെ ഷ്രിമ്പാണ്. നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റി ഷ്രിമ്പാണ്. യൂട്യൂബിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന കമൻറ്റ് അഹമ്മദ് എന്ന് പറഞ്ഞ ചേട്ടനാണ് കേട്ടോ. ഈ കാണുന്നതാണ് അഹമ്മദ് ചേട്ടൻ്റെ കമൻറ്റ്. അപ്പോൾ നമ്മൾ ചേട്ടനെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ചേട്ടൻ സാധാരണയായിട്ട് ഫിഷിങ്ങിന് പോകാറുണ്ട്. അപ്പോൾ ഫ്രഷ് വാട്ടറിലൊക്കെ ഫിഷിങ്ങിന് പോകുന്നുണ്ട്. ചേട്ടന് കിട്ടുന്നത് ഫ്ലിപ്പ് ഫ്രോഗാണ് കേട്ടോ. സീമൻ്റെ ഫ്ലിപ്പ് ഫ്രോഗാണ്. അപ്പം ഇത് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു, വാഗ പിടിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ അതിന് ശേഷം ഈ ലൂർ മേടിച്ച കുറേ ആൾക്കാർ നമുക്ക് തിരിച്ച് റിപ്ലൈ അയച്ചിട്ടുണ്ട്. നല്ല റിസൾട്ട് ഉണ്ട്, ഒത്തിരി മീനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഇതാണ് കേട്ടോ, ഇതൊരു പാക്കറ്റാണ്, ഇതും ഇതിൻ്റെ ഹുക്കും. നമ്മൾ 3ാമത് തിരഞ്ഞെടുത്തത് ഫേസ്ബുക്കിൽ നിന്നാണ്. ഫേസ്ബുക്കിലാണ് ഏറ്റവും കുറവ് കമൻറ്റ് വന്നത്. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഉണ്ണി ആംഗ്ലർ, ഈ കാണുന്നതാണ് ഉണ്ണി ചേട്ടൻ. അപ്പോൾ ആളുടെ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം ആൾ നല്ലൊരു ആംഗ്ലറാണ്. അപ്പോൾ ആൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ സീ ഫിഷിങ്ങിനൊക്കെ ഒത്തിരി പോകുന്ന ആളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് സീമൻ്റെ 2 ടൈപ്പ് ഓഫ് ലിവറാണ്. ഒന്ന് ഡീസൽ മിനോസും പിന്നെ ബാസ് മിനോസും, 2ഉം സീമൻ്റെ ഷാഡാണ്. അപ്പോൾ ഇത് ചേട്ടന് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകും. ഒരെണ്ണത്തിനകത്ത് 6 എണ്ണവും ഒരെണ്ണത്തിനകത്ത് 5 എണ്ണം ഉണ്ട്. അപ്പോൾ 2 പാക്കറ്റ് നമ്മൾ ചേട്ടൻ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗീവ് അവേ തീർന്നില്ല. നമ്മുടെ ഈ മേശപ്പുറത്തിരിക്കുന്ന ബാക്കി സാധനങ്ങളെല്ലാം, അതായത് ഈ 2 ലിവർ ബോക്സ്, അതുപോലെ തന്നെ ഫ്ലിപ്പ് ഫ്രോഗ് ഉണ്ട്, പിന്നെ വേറെ ടൈപ്പ് ഓഫ് പോപ്പ് ഫ്രോഗ് എന്ന് പറഞ്ഞിട്ടൊരു പോപ്പ് ഫ്രോഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇനി വരുന്ന വീഡിയോസിലൂടെ നമ്മൾ ഗീവ് അവേ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ഭയങ്കര ജലദോഷമാണ് കേട്ടോ, ഒച്ചയൊക്കെ അടഞ്ഞിരിക്കുവാണ്. അപ്പം എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ഇറ്റ്സ് മീ സെബിൻ സിറിയക്. താങ്ക് യു സോ മച്ച്. ഹലോ, ഉണ്ണിയാണോ? ഹലോ, അഹമ്മദ് ആണോ? അഹമ്മദ് ചേട്ടാ, എൻ്റെ പേര് സെബിൻ സിറിയക് എന്നാണേ. ഞാൻ മറ്റേ ഫിഷിംഗ് ഫ്രീക്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. എൻ്റെ പേര് സെബിൻ എന്നാണേ. മറ്റൊരു ചാനലുള്ളേ. അത് തന്നെ ചേട്ടൻ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തില്ലായിരുന്നോ? നമ്മൾ ഗീവ്